ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലേക്ക് അടുത്തു വരാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പോർഷൻ. അതിൻ്റെ 18 മുതലുള്ള ചില ഭാഗങ്ങൾ ഒന്ന് വായിച്ച് നമുക്ക് വചനം ധ്യാനിക്കാം. വായിക്കാം. 17-ന്റെ 18 മുതൽ. Acts chapter 17, 18 onwards. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. 16 മുതൽ. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂട് പിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. ഈ വിടുവാൻ എന്ത് പറയുവാൻ പോകുന്നുവെന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിച്ചുകൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവനെന്ന് തോന്നുന്നുവെന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ച് അരയോപകുന്നിന്മേൽ കൊണ്ടുവന്നു. നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നതെന്ന് ഞങ്ങൾക്കറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ. അത് എന്തെന്ന് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ അഥേനരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. സ്തോത്രം. വളരെ മനോഹരമായ ഒരു വേദഭാഗം നമ്മൾ വായിച്ചിരിക്കുന്നു. പൗലോസ് തൻ്റെ സുവിശേഷ പ്രവർത്തന യാത്ര, നമ്മൾ മിഷനറി യാത്രയെന്നോ പ്രേക്ഷിത യാത്രയെന്നോ ഒക്കെ പറയുന്ന ആ ദൗത്യം നിർവഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ ആംഫിപ്പൊലിസ്, അപ്പലോനിയ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് ചരിത്രപ്രസിദ്ധമായ തെസലോനിക്ക എന്ന ഒരു പട്ടണത്തിൽ വന്നു. തെസലോനിക്ക എന്നത് വാസ്തവത്തിലൊരു സഹോദരിയുടെ കൂടി പേരാണ്. മഹാനായ അലക്സാണ്ടറുടെ സഹോദരിയുടെ പേരാണ് തെസലോനിക്ക. ആ തെസലോനിക്കയെ വിവാഹം കഴിച്ചത് അലക്സാണ്ടറുടെ ഒരു സൈനികനായിരുന്നു. അയാളുടെ പേര് ലെസിമാക്കസ് എന്നുമായിരുന്നു. 4 പ്രധാന സൈനിക മേധാവികൾ അലക്സാണ്ടർക്ക് ഉണ്ടായിരുന്നു. അതിൽ ലെസിമാക്കസ് എന്ന ആളാണ് തെസലോനിക്കയെ വിവാഹം കഴിച്ചത്. തെസലോനിക്ക ഫിലിപ്പ് രാജാവിൻ്റെ മകളാണ്, അലക്സാണ്ടറുടെ സഹോദരിയാണ്. അമ്മ 2 ആളുകളാണ്, ഹാഫ് സിസ്റ്റർ എന്ന് പറയാം. ആ പെൺകുട്ടിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി സ്ഥാപിച്ച ഒരു പട്ടണം. അത് ഞാൻ ചരിത്രം പറഞ്ഞതേ ഉള്ളൂ. ഇത് വളരെ സമ്പന്ന നഗരമാണ്, വളരെ മനോഹര നഗരമാണ്. ആ നഗരത്തിൽ യഹൂദന്മാരുണ്ടായിരുന്നു. അവർ കലക്കമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് അപ്പോസ്തലൻ അവിടുന്ന് യാത്ര ചെയ്ത് ബെരോവ എന്ന സ്ഥലത്തെത്തുകയാണ്. ഈ ബെരോവയിലെത്തിയപ്പോൾ വ്യത്യസ്തമായ ഒരു സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. ആഗ്രഹിച്ച ഒരു സ്വീകരണം. കാരണം ബെരോവയിലുള്ള ആളുകൾ അവരുടെ സവിശേഷത പറയുക, തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരെന്ന് കണ്ടു. കാരണം തിരുവെഴുത്ത് അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചു. അത് വലിയൊരു കഴിവാണ്. ഇന്ന് പല ആളുകളുടെയും പ്രശ്നം തിരുവെഴുത്തിൻ്റെ പരിശോധനയില്ല. തിരുവെഴുത്തിൻ്റെ പരിശോധന വന്നാൽ വ്യാജങ്ങൾ അപ്രസക്തമാകും, വ്യാജ പഠിപ്പിക്കലുകൾ അപ്രസക്തമാകും, വ്യാജ വിശ്വാസങ്ങൾ തകരും. 2000 ആണ്ട് ക്രിസ്ത്യാനിറ്റി നിലകൊണ്ടത് വ്യാജ കർമ്മങ്ങളെയും ആചാരങ്ങളെയും എതിർത്തുകൊണ്ടാണ്. ഒട്ടേറെ വസ്തുതകൾ അതിൽ പറയാനുണ്ട്. ഞാൻ സാധാരണ പറയുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും അല്പം ചർച്ച ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെ പറയട്ടെ. നമ്മളുടെ 1 നൂറ്റാണ്ട് മുമ്പ് കേരളം കണ്ടത്, അനുഭവിച്ചത് വളരെ മൃഗീയമായ, വന്യമായ ഒരു സംസ്കാരത്തെയാണ്. അങ്ങനെ പറയുന്നതിലൊരു തെറ്റില്ല. കാരണം ഒരു പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിക്കുക, ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാവുക, ഒരു വീട്ടിലെ ജ്യേഷ്ഠാനുജന്മാർ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക, സ്വത്ത് സംരക്ഷിക്കുന്ന മരുമക്കത്തായം ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മക്കൾക്കല്ല സ്വത്ത്, മരുമകന്, സഹോദരീപുത്രന്. അങ്ങനെയൊക്കെയുള്ള കാലത്ത് ഒരു സ്ത്രീ 8-10 പേരെ വിവാഹം കഴിക്കുക, ഒരു വീട്ടിലെ 5 പേർ ചേർന്ന് 6 പേർ ചേർന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക. അപ്പോൾ ഇതിന് പാഞ്ചാലി വിവാഹം എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് നിങ്ങളിത് ചിരിയോടെ കേട്ടിരിക്കുന്നു. പക്ഷേ പണ്ട് ഇതൊരു മാന്യതയുടെ ലക്ഷണമായിരുന്നു, തറവാടിത്തത്തിൻ്റെ ലക്ഷണമായിരുന്നു പണ്ട്. അന്നും ഇത്തരം വിവാഹചര്യകളെ
അനുഷ്ഠിക്കാത്തവർ ക്രൈസ്തവരായിരുന്നു. ഇന്നൊരു കാര്യം കാണാം, എല്ലാ മതസ്ഥരും ഏകഭാര്യ ഭർത്തൃ ജീവിതം ആഗ്രഹിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? നമ്മൾ ഈ ലോകത്തെ പഠിപ്പിച്ചത് ശരിയെന്ന് കണ്ട് സംസ്കാരം എന്തെന്ന് ബോധ്യപ്പെട്ടു അവർക്ക്. ഹല്ലേലൂയ. പുരുഷൻ മുടി നീട്ടുന്ന സംവിധാനം പണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. മുടി മുറിക്കലേ അപ്രസക്തമായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ അനുകരിച്ചത് ക്രിസ്തീയ സംസ്കാരത്തെയാണ്. നോക്കണം, വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ഭാര്യ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അതെന്താണെന്നറിയണ്ടേ? ഗ്രഹിക്കാനുള്ളൊരു കാര്യമാണ്. ആ സ്ത്രീ വിവാഹം കഴിച്ച് വീട്ടിൽ വരുമ്പോൾ തൻ്റെ അമ്മാവിയമ്മ ശരിക്കും അടിച്ചു, മടൽ വെട്ടി അടിച്ചു ചില ദിവസങ്ങൾക്ക് ശേഷം. കാരണം വേറൊന്നുമല്ല, ബ്ലൗസ് ധരിക്കുന്നു ഈ സ്ത്രീ. അപ്പോൾ ബ്ലൗസ് ഒരു ഭാഷന്റെ ലക്ഷണമായിരുന്നു, പകരം ഒരു മേൽവസ്ത്രം പുതക്കിയാകാവൂ. അപ്പോൾ ഇവർക്ക് ഈ ആഗ്രഹം കൊണ്ട് ബ്ലൗസ് വാങ്ങിയും പോയി. ഇത് ധരിക്കാൻ നിയമമില്ല. വൃത്തിക്കൊക്കെ തയ്ച്ച ബ്ലൗസാണ്, പക്ഷെ അത് ധരിക്കാൻ പറ്റില്ല. കാരണം ഒരു ചേല ഇങ്ങനെ ശരീരം മുഴുവൻ ചുറ്റിയിടുന്നൊരു തുണിയേ പറ്റൂ. അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമായി കണ്ട സ്ത്രീ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തോട് വൈകിട്ട് വരുമ്പോൾ ആഗ്രഹം കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു, ഈ വസ്ത്രം ധരിക്കുക എപ്പോഴാന്ന് അറിയണ്ടേ? അവരുടെ കിടപ്പറയിൽ മാത്രം ബ്ലൗസ് ധരിക്കാം, പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലുള്ളതാണ്. ഇന്നിപ്പം വസ്ത്രധാരണം എത്രയോ മാന്യമായി. ഇതൊക്കെ ക്രിസ്ത്യാനിത്വം ലോകത്തിന് കൊടുത്തതാണെങ്കിൽ ബെരോവയിലുള്ള ആളുകളുടെ ക്വാളിറ്റി നല്ലതിനെ ഉൾക്കൊള്ളുവാനുള്ളൊരു മനസ്സായിരുന്നു. ഈ വചനം കേൾക്കുന്ന ഏവർക്ക് നല്ലതിനെ ഉൾക്കൊള്ളുവാൻ, നല്ലത് മാത്രം പഠിപ്പിച്ച ദൈവോചന സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ വിശാല ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബെരോവയിലും വചനം പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴേക്ക് തൊട്ടടുത്ത് കിടന്ന തെസ്സലോനിക്കയിൽ വലിയ ബഹളമായിരുന്നു. ഇവർ വന്നു ഓർത്ത്. ഇവർ വന്നിട്ടൊരു ബഹളം ഉണ്ടാക്കിയിട്ട് പറയാണ്, ഭൂലോകത്തെ ഇളക്കിയവർ ഇവിടെയും വന്നു. നമ്മുടെ പേര് കേട്ടോ, എന്താ? ഭൂലോകത്തെ ഇളക്കി. നമ്മളൊരു ശല്യക്കാരാണ് സമൂഹത്തിന്. ഭൂലോകത്തെ ഇളക്കി. കാരണം നമ്മൾ സുവിശേഷം അറിയിക്കുക വഴി ഭൂലോകത്തിന് ഇളക്കം തട്ടുന്നുണ്ട്. ഏതാ ഇളക്കം തട്ടുന്നത്? ഭൂമി കുലുങ്ങല്ല, മറിച്ച് അങ്ങനെ നൂറുതാരം നടക്കരുത്. ഭൂമി കുലുങ്ങുന്നുണ്ടെന്നൊന്നും ധരിക്കണ്ട, മറിച്ച് എന്താണെന്നറിയണ്ടേ? സംസ്കാരത്തിൻ്റെ തെറ്റുകളെ അടിമുടി ഇളക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. തെറ്റിനെ കണ്ടെത്തി ചികിത്സിക്കുന്ന അത്ഭുത രോഗശാന്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. മാരക രോഗങ്ങളുടെ ചികിത്സയാണ് സുവിശേഷം. മനുഷ്യന്റെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെ കഴുകുന്ന ദിവ്യൌഷധമാണ് യേശുവിൻ്റെ രക്തം. അതിൻ്റെ പ്രകാശനവുമായി അപ്പോസ്തലന്മാർ വരിക. അവിടുന്ന് അവരെ പാർപ്പിച്ച ആളിൻ്റെ വീട് വളഞ്ഞു, ആകെ പ്രശ്നമായി. ജാമ്യം മേടിച്ച് വിട്ടയച്ചു. ഇതൊക്കെ കഴിഞ്ഞ് അപ്പോസ്തലൻ എത്തിച്ചേരുന്നത് അഥേന എന്നൊരു സ്ഥലത്താണ്. ഈ അഥേന വളരെ പ്രസിദ്ധമാണ്. അഥേനിയൻ പ്രീച്ചിങ് എന്നാണ് ഇതേക്കുറിച്ച് പറയുന്നത്. ഞാൻ പറയാറുണ്ട്, 2 ഭാഗങ്ങൾ തിരുവെഴുത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഒന്ന് ജനസീസ് 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ, ഉൽപ്പത്തി 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളും അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായവും ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ പ്രിമിറ്റീവ് സ്റ്റേജ്, പ്രാക്തന രൂപം എന്തായിരുന്നുവെന്ന് ആർക്കും ഗ്രഹിക്കാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായോ? മനുഷ്യൻ എന്തായിരുന്നു, സംസ്കാരം എന്തായിരുന്നു, ഇതേക്കുറിച്ചൊന്നും അറിയില്ല. നരവംശാസ്ത്രവും അതുപോലെ തന്നെ വികാസം പ്രാപിച്ച ഇന്നത്തെ ശാസ്ത്ര വ്യവസ്ഥിതിയിൽ മനുഷ്യൻ ഇന്ന് കണ്ടെത്തുന്ന പല കണ്ടെത്തലുകളും ബൈബിളിൻ്റെ പൗരാണികങ്ങളായ ഈ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എണ്ണക്കിണറുകളുണ്ടെന്ന് ബൈബിൾ പറയാണ്. അവിടെ ധാരാളം കീൽക്കുഴികൾ ഉണ്ടായിരുന്നു, എണ്ണക്കിണറുകൾ. അതേക്കുറിച്ച് പണ്ടേ ബൈബിൾ പറയാണ്. മറ്റു നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ എണ്ണ സമൃദ്ധം മാത്രമല്ല, സ്വർണ്ണ സമൃദ്ധമാണ്. മസ്കറ്റിലൊക്കെ ജോലി ചെയ്തവർക്കറിയാം. അവിടെയൊക്കെ ചെന്നാൽ ചില മലകൾ സർക്കാർ ഫെൻസ് ചെയ്ത് മാറ്റിയേക്കാണ്. കാരണം മൊത്തം സ്വർണ്ണമാണ്. ആർക്കെങ്കിലും പോകാൻ തോന്നുന്നുണ്ടോ? നമ്മൾ ആളിൽ തെറിഞ്ഞ ഹനുമാനെ അയച്ചാൽ എടുത്തുകൊണ്ടിവിടെ വെക്കാൻ നോക്കൂ അല്ലേ? അതുകൊണ്ട് ഫെൻസ് ചെയ്ത് വെച്ചേക്കാണ്. പോട്ടെ, അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം സ്വർണ്ണ മലകൾ അവിടെ ഉണ്ട്. പക്ഷെ ബൈബിൾ പറയാണ്,
അവിടെ ധാരാളം പൊന്നുണ്ട്. ഉൽപ്പത്തി പഠിച്ചിട്ടില്ലേ? ഇവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നവർക്ക് പിതാവായി തൂബൽ കൈൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ഇരുമ്പ് യുഗത്തെക്കുറിച്ച്, ശിലായുഗത്തെക്കുറിച്ച് ഒക്കെ ബൈബിൾ പറഞ്ഞു. ഒരു കൂട്ടം ആളുകൾ, അധികായന്മാർ പണ്ട് ഭൂമിയിലുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ കിടക്ക ജെയിൻസ്. ഉൽപ്പത്തി ആരെ പഠിക്കുക? ജെയിൻസ്, ഹീബ്രുവിലെ നെഫിലീംസ്. ഇവരായിരുന്നു പുരാതന കാലത്തെ കീർത്തിപ്പെട്ട മനുഷ്യർ. ഒത്തിരി പഴക്കമുള്ള അസ്ഥികൂടങ്ങളും ആസ്ട്രലോപിത്തേക്കസിൻ്റെയും രാമാപിത്തേക്കസിൻ്റെയും ഒക്കെ കിട്ടുമ്പോൾ ശാസ്ത്രം ചോദിക്കുന്നു, ഇത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ബൈബിളിൽ പണ്ടേ ഉണ്ട് ഇത്തരം രൂപമുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുക. അവരെ ഫോസിൽസൊക്കെ കിട്ടുകയാണ്. ഇപ്പം ബൈബിള് ചരിത്രത്തോടും ശാസ്ത്രത്തോടും ഒക്കെ നീതി പുലർത്തിയ ആത്മീയതയാണ്. ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗം അത് കൃത്യതയോടെ വ്യക്തമാക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ആ സംഭവങ്ങളെ ഒന്ന് ലഘൂകരിച്ച് പറയുന്ന ഭാഗമാണ്. അങ്ങനെ പ്രസംഗിക്കാൻ പൗലുസിന് മനസ്സ് തുറന്നൊന്ന് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്ന ഇടമായിരുന്നു അഥേന. അതായിരിക്കും കാര്യം. അഥേനയുടെ പ്രത്യേകത എന്താ? ഏതൻസ് ആണ് അഥേന. ഏതൻസ്. ഏതൻസിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. എന്തൊക്കെയാ? ഇത് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് പറയാം. പൗരാണിക ഗ്രീക്ക് സംസ്കാരം എത്ര പ്രസിദ്ധമാണ്. തത്വചിന്തയുടെ നാട്, ഗണിതശാസ്ത്രത്തിൻ്റെ നാട്, അതുപോലെ പ്രസിദ്ധരായ കവികൾ ജീവിച്ചിരുന്ന സ്ഥലം, ഒട്ടേറെ സംഭവ വികാസങ്ങളുടെ നാട്. ഇതുപോലൊരു നാട് പണ്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇന്ത്യയാണ്. ഗ്രീസും ഇന്ത്യയും തമ്മിലാണ് പൗരാണിക കാലത്ത് നല്ല ബന്ധം ഇത്തരത്തിൽ. അപ്പോൾ എന്തിനാ ഇത് പറഞ്ഞെന്നറിയണ്ടേ? വളരെ ബുദ്ധിമാന്മാരൊരു സ്ഥലത്ത് അപ്പോസ്തലന്മാർ വന്നു പെട്ടു. നമ്മൾ പഠിക്കുന്ന 2πr-ഉം πr² കോസ് തീറ്റയും ടാൻ തീറ്റയൊക്കെ ഇല്ലേ? വിദ്യ എന്തിയാ കണ്ണ് വെട്ടിച്ച് കളഞ്ഞേ? അത് വന്നപ്പോൾ ആ വിഷയം വരുമ്പോൾ തല വെട്ടിച്ച് മാറ്റി വിടുന്നു. പോട്ടെ. അങ്ങനെ ഈ ചിന്തകൾ ഇതെല്ലാം ഉണ്ടായി വന്ന സ്ഥലം ഇതാണ് ഗ്രീസ്. അലക്സിമാൻഡസിൻ്റെ, സോക്രട്ടസിൻ്റെ, പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടലിൻ്റെ ഒക്കെ നാട്. അവിടെ വേറൊരു കൂട്ടരുണ്ടായിരുന്നു, എപ്പിക്യുറോസ്. ഒരുത്തൻ്റെ പേരാണ് എപ്പിക്യുറോസ്. ആരാണെന്ന് ഞാൻ പറയാം. നല്ല ചിന്ത ലോകത്തെ പഠിപ്പിച്ചൊരു മനുഷ്യനാണ്. അത് നല്ലൊരു ചിന്തയാണ്. വാസ്തവത്തിൽ എപ്പിക്യൂര്യന്മാർ പലരും നമ്മുടെ ഇടയിലുണ്ട്. എന്താന്ന് കേട്ടോ? ഇത്രയുള്ളൂ: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. അപ്പോൾ അവരിവിടെ എല്ലാം കാണും. ഈ ടൗണിലെല്ലാം ഉണ്ട് ഇതിൻ്റെ ആൾക്കാർ. എപ്പിക്യൂറിയൻ ആണെന്ന് പുള്ളിക്ക് അറിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ പ്രവൃത്തി ആരുടെയാ? എപ്പിക്യൂറിയസിൻ്റെയാ. ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ് എപ്പിക്യൂറിയന്മാർ, അവൻ്റെ ഫോളോവേഴ്സ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഈ ഓഷോയുടെ പഠനങ്ങളെല്ലാം ഇതല്ലേ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആനന്ദം ഉണ്ടാക്കുക, അതിനേത് വഴിയും സ്വീകരിക്കുക. ഇതാണ്. ഇനി സ്റ്റോയിക്കരുണ്ട്, അത് വേറൊരു ഗ്രൂപ്പാണ്. അതൊത്തിരി ഞാൻ പറഞ്ഞ നിങ്ങൾ മുഷി. ഇവരുടെ എല്ലാം ചിന്തകൾ കൊണ്ട് സജീവമായൊരു സ്ഥലമായിരുന്നു ഗ്രീസ്. ഈ കൂടെ ഒരു കാഴ്ച കണ്ടു. ഗ്രീസിന്റെ തെരുവീഥികളിലെങ്ങും ഉയർന്നു നിൽക്കുന്ന പടുകുറ്റൻ ബിംബങ്ങൾ വ്യത്യസ്ത ഈശ്വര രൂപങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഓരോ വകുപ്പിനും മന്ത്രിമാരുള്ളത് പോലെയാണ് അവിടെ ഓരോ കാര്യത്തിനും ദൈവങ്ങളാണ്. നമുക്ക് വിദ്യാഭ്യാസത്തിനൊരു മന്ത്രിയുള്ളത്, അവിടെ ഒരു ദേവതയുള്ളത്. ഈക്കിലെ വിദ്യാഭ്യാസ ദേവതയുടെ പേരാണ് മിനർവ. അതിനാ ഈ ട്യൂട്ടോറിയലിനൊക്കെ മിനർവ എന്ന് പേരിടുന്നത്. മിനർവ തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദേവത. സൗന്ദര്യത്തിൻ്റെ ദേവതയും മിനർവയാണ്. ഇനി മറ്റൊരു ദേവനുണ്ട്, വീനസ്. ആ വീനസാണ് മദ്യത്തിൻ്റെ ദേവൻ. അപ്പം ഗോഡ് ഓഫ് വൈൻ ഉണ്ട്, ഗോഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി ദേവസങ്കല്പങ്ങൾ. പുരുഷ സൗന്ദര്യത്തിൻ്റെ ദേവൻ അപ്പോളോ ഉണ്ട്. അത് റോമിൽ നിന്ന് ഇവർ അഡോപ്റ്റ് ചെയ്തതാണ്. പ്രധാന ദേവൻ അവർക്ക് ജൂപ്പിറ്റർ ഇടിമുഴക്കത്തിൻ്റെ ദേവനാണ്. സേയൂസ് ആണ് ഈ മഴമേഘങ്ങളുടെ ഒക്കെ ദേവനാണ് സേയൂസ്. ഇങ്ങനെയൊക്കെയുള്ള ദേവന്മാരുടെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു തെരുവീതിയിലൂടെ പൗലുസും അപ്പല്ലോസും യാത്ര ചെയ്തു വരുമ്പോൾ വചനം പറയുക, ഈ രൂപങ്ങളെ കണ്ടപ്പോൾ, ബിംബങ്ങളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് ചൂടുപിടിച്ചു. എന്തിനു വേണ്ടി? ഒരു ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ തേങ്ങൽ.
ശരി എന്താകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തേങ്ങൽ. ഇത്തരം തേങ്ങലാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ആയിരക്കണക്കിന് ആളുകളെ കാണുമ്പോൾ ദൈവത്തെക്കുറിച്ച്, തന്നെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് അറിയാത്ത, ഭാഷയറിയാത്ത, സംസ്കാരഹീനരായ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം ഒരു തേങ്ങൽ, ചൂടുപിടിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. സത്യ ഏക ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കേവലം വിശ്വാസത്തിന്റെ പ്രചരണം മാത്രമല്ല, അത് മനുഷ്യനെ സമഗ്രമായി ശുദ്ധീകരിച്ച് അവനെ മനുഷ്യനാക്കുന്ന ഒരു പ്രക്രിയയാണ്. മനുഷ്യമാംസം ഭക്ഷിക്കുന്ന അപരിഷ്കൃതരെയും മാറ്റിയെടുത്ത് ദൈവമക്കളാക്കി മാറ്റുന്ന അതുല്യമായ പ്രവൃത്തിയാണ് സുവിശേഷത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ട് ഇതുവഴി കടന്നുപോയപ്പോൾ മനസ്സ് ചൂടുപിടിച്ചു, ഹൃദയം ചൂടുപിടിച്ചു. ഇത് ശരിയല്ലല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കാര്യം കണ്ടിട്ട് സഹതപിക്കുന്നവരുണ്ട്, പരിഹരിക്കാൻ നിൽക്കുന്നവരുണ്ട്, നിസ്സംഗതയോടെ പോകുന്നവരുണ്ട്, തള്ളിക്കളയുന്നവരുണ്ട്. സഹതപിക്കുന്നവർ പറയാ, കഷ്ടം, ആ വീടിനത് ഭവിച്ചല്ലോ, ആ വ്യക്തിക്കത് ഭവിച്ചല്ലോ, ആ സഹതാപം നിരർത്ഥകം. നല്ലൊരു മനസ്സുണ്ട്, പക്ഷേ മനസ്സിനനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു മനസാക്ഷി നഷ്ടമാകുന്നു അവിടെ. ചിലക്ക് നിസ്സംഗത, ഞാനതിന് കേപ്പബിൾ അല്ല, എൻ്റെ പണിയല്ല, ഇത് മറ്റാരോ ചെയ്യട്ടെ. ചില പ്രതികരിക്കാൻ തയ്യാറാകുന്നു സ്വന്തം അളവിൽ. എന്തും വരട്ടെ, വീണ് കിടക്കുന്നവനെ ഒന്ന് താങ്ങണം, ഒന്ന് രക്ഷിക്കണം. അതിന് നിലകൊള്ളുന്ന ചിലർ അതവന് അർഹിച്ചതാണെന്ന് കരുതി നിഷേധാത്മകമായി തിരിച്ചു പോകുന്ന ചിലർ. പക്ഷെ പൗലോസ് എന്ന മനുഷ്യൻ അന്ന് ഈ ബിംബങ്ങൾക്കെതിരെ തലയുർത്തി നിൽക്കുന്ന ഇത്തരം മനുഷ്യനിർമ്മിതങ്ങളായ ശില്പങ്ങൾ കണ്ട് ചൂടുപിടിച്ച മനസ്സ് ഒറ്റയ്ക്കൊരു മനുഷ്യന്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ പൗലൂസിനെ പോലൊരുവനും കൂടെ ഒരു ശീലാസനം മാത്രം ഇത് കണ്ട് പ്രതിഷേധിച്ചെങ്കിൽ, അവരുടെ ഉള്ളം നീറിയെങ്കിൽ, അവരുടെ പ്രാർത്ഥനയും അവരുടെ കണ്ണീരും അർത്ഥവത്തായി. കാരണം ഇന്ന് ചരിത്രത്തിൽ സേയൂസ് ദേവനില്ല. അവിടെ അന്ന് പടുത്തുയർത്തിയ പടുകുറ്റൻ ബിംബങ്ങൾ പലതും കാണാൻ ഇന്നതിന്റെ അവശിഷ്ടങ്ങൾ തേടി മ്യൂസിയങ്ങളിൽ ചെല്ലേണ്ടി വരും. പക്ഷെ അവിടെ പൗലോസ് കൊണ്ടു നടന്ന തുടിക്കുന്ന ജീവന്റെ വചനം 2000 ആണ്ടുകളായി ഉലകത്തിന്റെ എല്ലായിടത്തും എത്തിയെങ്കിൽ, കർമ്മനിരതമായ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കും ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് പ്രാർത്ഥിക്കുന്ന, ഇന്നുണ്ടാകുന്ന ആത്മപ്രേരണയുടെ പ്രതിഫലം കാലമെത്ര കഴിഞ്ഞാലും ഒരു യാഥാർത്ഥ്യമാകും. അതുകൊണ്ട് പെട്ടെന്നൊരു എഫക്റ്റിന് വേണ്ടിയല്ല, നാളുകളിലും ദൈവത്തിന്റെ പ്രവൃത്തി കൃത്യതയോടെ നടമാടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആത്മഭാരവും ഒന്നും വൃഥാവായി തീരില്ല. ഹല്ലേലൂയ. അതുവഴി പോയി ഇവരുടെ ഈ ഇദ്ദേഹം പോയിട്ട് സിനഗോഗിലൊക്കെ നിന്ന് പ്രസംഗിക്കും. പള്ളി എന്ന് ഉദ്ദേശിച്ച സിനഗോഗാണ്, ജൂതന്മാർ ആരാധിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. നമ്മുടെ കേരളത്തിലുമുണ്ട്, കൊച്ചിയിലൊക്കെ ഉണ്ട് സിനഗോഗ്. അവിടെ കിടയ്ക്ക് പോയി കാണുന്നതല്ലാണ്, എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, കാര്യമൊക്കെ ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി സിനഗോഗ്. അപ്പോൾ ഇത് സിനഗോഗിൽ കടന്ന് പൗലോസ് അവരെ ഉപദേശിച്ചു. ചന്തസ്ഥലത്ത് വെച്ച് അവരെ ഉപദേശിച്ചു. ഇത് കേട്ടപ്പോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ ഞങ്ങളൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, പൊതുവിൽ കൂടാൻ പറ്റിയ ഒരു ഓപ്പൺ സ്റ്റേജും ഒക്കെ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഇവരെ പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ നിർത്തി. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മളിനി പരിചയപ്പെടുന്നത്, അരയോപകക്കുന്ന്. അവിടെ വരും ആളുകൾ കേൾക്കാൻ. അവരൊരു പ്രശ്നം കൂടെ എഴുതി വെച്ചിരിക്കുക. ഇവിടെ ഈ അരയോപകക്കുന്നിൽ വന്ന് പാർക്കുന്നവരും അവിടുത്തുകാരുമായ ആളുകൾക്ക് വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യാനല്ലാതെ സമയമുള്ളവരല്ല. അവർക്ക് കൂടുതൽ കാര്യമൊന്നും കേൾക്കണ്ട, സോക്രട്ടീസ് പറഞ്ഞൊന്നും ഇനിയും കേൾക്കണ്ട. പുതുമ വല്ലതും ഉണ്ടോ അവർ നമ്മളെ അറ്റൻഡ് ചെയ്യും. ഈ പുതുത് എന്താണ് എന്ന് കേൾക്കാം. ഇപ്പം ചില ആൾ പറഞ്ഞു ഈ വിടുവായൻ എന്തോ പറയാം, അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ വിഡ്ഢി എന്താ പറയാൻ പോകുന്നത് എന്ന് കേൾക്കാം. ഈ വിടുവായൻ എന്താ പറയുന്നത്? പക്ഷെ അവിടെ ഒത്തിരി പേര് വർത്താനം പറഞ്ഞെങ്കിലും വിടുവായൻ എന്ന് ലോകം പരിഹസിച്ചപ്പെട്ട ശബ്ദമാ ഇന്ന് ഉയർന്നു കേൾക്കുന്നത്. സ്വന്തം ഹല്ലേലൂയ. നമ്മൾ പറയുന്നതൊക്കെ വിഡ്ഢിത്തമാണെന്ന് ലോകത്തിന് തോന്നും. അത് ഈ പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചപ്പോഴേക്ക് അരയോപകക്കുന്നിൽ ആരെന്തു പറഞ്ഞു, മറ്റെന്തു ഒരു സംഭാഷണവും ചരിത്രം ഒപ്പിയെടുത്തില്ല. അത് ദൈവത്തിന് നിയോഗം പ്രാപിച്ച് അതുവഴി കടന്നുപോയവന്റെ ശബ്ദം ഈ പുസ്തകത്തിൽ ഇങ്ങനെ പതിഞ്ഞെങ്കിൽ പ്രപഞ്ചം എത്ര നാൾ നിലനിൽക്കുമോ അന്നൊക്കെ ഈ ശബ്ദം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും ഈ കളയാൻ പറ്റില്ലേ? എങ്ങനെ കളയാനാ? ഇത് കളയാൻ വേണ്ടി നമ്മുടെ ഇത് ബൈബിളെല്ലാം മേടിച്ച് കത്തിച്ചാൽ വല്ല പ്രയോജനമുണ്ടോ?
ഇവിടെ കത്തിച്ച വേറെ എത്രയോ സ്ഥലത്തിരിക്കുക. ഈ മലയാളം ബൈബിൾ മൊത്തം കത്തിച്ചാൽ ഇംഗ്ലീഷ് ഇരിക്കുക. ആയിരക്കണക്കിന് ഭാഷയിൽ ഈ പുസ്തകമുണ്ട്. ഈ മനോഹര വചനം പൗലോസ് അവിടെ നിന്ന് ഒരു വചനം അവരോട് പ്രസംഗിക്കുക. ആ വചനത്തിൽ എന്താ പറയുന്നത് അറിയണ്ടേ? അതേനുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ആ രംഗം നമുക്ക് ഒന്ന് വായിക്കാം. അതിൻ്റെ 22 മുതൽ. നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. അവിടെ ഒരു വേദിക്കല്ല്. വേദിക്കല്ല് എന്ന് പറഞ്ഞാൽ ആൾട്ടർ അല്ലേ? അങ്ങനെയാ, ആ ടൈപ്പ് ഒരു കല്ല്. അപ്പോൾ ഇതിനൊരു ചരിത്രമുണ്ട്, രസകരമായ ചരിത്രം. ഇവരെ ഈ ദേവപ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ കുറെ ആടുകളെ ഇവിടേക്ക് വിട്ടു പണ്ട്. അപ്പോൾ ആടുകൾ ഇങ്ങനെ ചിതറി ഏതെങ്കിലും ഒരു കല്ലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കല്ലോട് ചേർന്നോ ഒക്കെ ചെന്ന് കിടന്നാൽ അവർക്ക് മനസ്സിലാകും ഈ ആടിനെ ഇവിടെ യാഗം കഴിക്കണം. അപ്പം അവർക്ക് പരിചയമുള്ള സകല ദേവന്മാരുടെയും രൂപങ്ങൾ കല്ലുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ആടുകൾ ഇങ്ങനെ പോയി പലയിടത്ത് കിടന്ന ഒരാട് ഇതിൻ്റെ അടുത്തൊന്നും പെടാതെ വേറൊരിടത്ത് പോയി കിടന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ഈ സെൻസസിലൊന്നും പെടാത്തൊരു ദൈവമുണ്ട്, പേരോട്ട് അറിയത്തുമില്ല. അപ്പം ആ ദേവന് വേണ്ടി ഒരു പൂജാഗിരി ഉണ്ടാക്കി, ഒരു കല്ലുണ്ടാക്കിയിട്ട് എഴുതി അജ്ഞാത ദേവൻ. അറിയത്തില്ല, എന്നാലും ഇരിക്കട്ടൊരണം. നമ്മുടെ ഒന്നും പരിഗണന ഇല്ലാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ പുള്ളിയും വേണം കണ്ട അതാ കിടക്കട്ടൊരണം. അപ്പൊ പൗലോസ് ഈ കല്ല് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെയും കൂടെ നമസ്കരിക്കുക. അറിയാവുന്നത് വേറെ, അറിയാത്തൊരുത്തെ നമസ്കരിക്കുമ്പോൾ ഞാൻ വളരെ കൃത്യതയോടെ അനുഭവം കൊണ്ട് അറിയുന്ന ഒരുവനെ പരിചയപ്പെടുത്താം. സ്തോത്രം. സുവിശേഷം അതാണ്, കൃത്യതയോടെ അറിയുന്ന ഒരുവനെയാണ് നമ്മൾ വെറുതെ വിശ്വസിക്കുകയല്ല, നല്ല അറിവുണ്ട് ഇവനെ കുറിച്ച്, നല്ല അനുഭവമുണ്ടായി യേശുവിനെ കുറിച്ച്, സത്യത്തിൽ ദൈവത്തിനെ കുറിച്ച് കൃത്യതയോടുകൂടി അറിവിലാ നമ്മൾ ഈ നിൽക്കുന്നത്. യേശുവിനെ അറിയാത്ത ആരും ഇന്നിവിടെ വന്നിട്ടില്ല. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അറിയാം. ആ അറിവ് പഠിച്ചുള്ള അറിവൊന്നുമല്ല. ആ അറിവിന് വേണ്ടിയല്ല പഠിച്ചത്, അവനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാ പഠിച്ചത്. അല്ല, യേശുവിനെ അറിയാനല്ല ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും. പിന്നെ എന്തിനാ? അറിഞ്ഞപ്പോഴുള്ള താല്പര്യ നിമിത്തം, യേശുവിനോടുള്ള സ്നേഹം നിമിത്തം നമ്മൾ പഠിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ അറിവ് പങ്കിടുക. ആരാണ് ദൈവം? ഒരു വചനം പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവം ആരാ എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് ദൈവത്തെക്കുറിച്ച്. പക്ഷെ അതൊന്നും ഒരു നിർവചനമല്ല, സത്യം പറഞ്ഞല്ലേ, നിർവചനമല്ല. ഇപ്പം ഈ കുഞ്ഞിനോട് ചോദിച്ചാൽ മറ്റുള്ള പോയോ, ഈ കൂടുള്ള ഒരാൾ, പോട്ടെ, ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു പണ്ട്, പോട്ടെ, തിരിച്ചു വരാം, നമുക്ക് ഒത്തിരി ഡീലിങ്സ് ഒക്കെ ഉള്ളവരാ, അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ളൊരു അറിവ് പങ്കുവയ്ക്കുക പൊതുവിന് വേണ്ടത്. പൗലോസ് ഇവിടെ എന്താ പറഞ്ഞത്? അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. അങ്ങനെ ഒരാളെ ഇവരിതുവരെ കേട്ടിട്ടില്ല. ഇവർ കേട്ടേക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന ആള്. പിന്നെ അപ്പോൾ ഒരാൾ പിള്ളേർ ചോദിക്കുക അവർക്കാരാ വിദ്യാഭ്യാസം കൊടുത്തതെന്ന് പറഞ്ഞാൽ സംഗതി തീർന്നു അല്ലേ? മിനർവയാണ് അവരുടെ ഗോഡ്. ഒരാൾ ചോദിക്കുക മിനർവയ്ക്കാരാ വിദ്യാഭ്യാസം കൊടുത്തത്? ഇവർ വല്ലതും ആണോ? ഇല്ല. അപ്പം മിനർവയ്ക്ക് എങ്ങനെ ഈ കഴിവ് കിട്ടിയ? കുട്ടികളൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ ആൾക്കാർക്ക് ഉത്തരവില്ല. ചിലപ്പോൾ ആൾ നമ്മോട് ചോദിക്കാറുണ്ട്, ഈ ദൈവം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെ? ആരും ഉത്തരം കൊടുത്തിട്ടുണ്ടോ? പിള്ളേർ പറഞ്ഞു ഈ അങ്ങനൊന്നും പറയില്ലെന്ന് പറയും. ദൈവത്തെ ആരാ സൃഷ്ടിച്ചേ? ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ നമ്മൾ. എന്താ ഉത്തരം? ദൈവത്തെ ആരാ സൃഷ്ടിച്ചേ? ഉത്തരം ആ ചോദ്യം തെറ്റാന്നുള്ള ഉത്തരം. കാരണം സൃഷ്ടി വേണ്ടാത്തവനെയാണ് ദൈവം എന്ന് വിളിക്കുക. മനസ്സിലായില്ലേ? സൃഷ്ടി വേണ്ടാത്തവൻ, അത് ബൈബിൾ കൃത്യത്തോടെ പറയാ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെളിവ് തരാതിരുന്നത് ബൈബിൾ ഒരിക്കലും ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നൊരു ഭാഗമില്ല. അത്ര സംശയാലുവിനോട് ഡീൽ ചെയ്യുന്നില്ല. കാരണം ആ ചിന്തയ്ക്കും അപ്പുറത്ത് കാര്യത്തിന്റെ കാരണമാണവൻ, റീസണാണവൻ, അൾട്ടിമേറ്റ് റീസൺ, അൾട്ടിമേറ്റ് കോസ്. ആ ദൈവം ആര് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യമില്ല. രവിചന്ദ്രന്റെ ഒരു പരിപാടി കണ്ടിരുന്നു.
നിരീശ്വരനായ ദൈവം എന്ന് പറഞ്ഞു. ഞങ്ങളതിന് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ദൈവം നിരീശ്വരനാണെന്ന് പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ദൈവം എല്ലാവരോടും പറയും പ്രാർത്ഥിക്കും, പക്ഷെ ദൈവം ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് ആരോടും. ചുരുക്കത്തിൽ ഒരു നിരീശ്വരവാദി പോന്ന പോലെ ദൈവം പോകുന്നു. ദൈവം എല്ലാവരോടും പറയും എന്നെ ആരാധിക്ക്, പക്ഷെ ദൈവം ആരെയും ആരാധിച്ചിട്ടില്ല. ദൈവമാണ് ശരിക്കും നിരീശ്വരൻ എന്ന് പറഞ്ഞൊരു തമാശ നിറഞ്ഞൊരു പ്രോഗ്രാം അദ്ദേഹം നടത്തി. എൻ്റെ മോൾ എന്നോട് ചോദിച്ചാണ്, വലിയ കൊച്ച് അത് തന്നെ ഉള്ളപ്പോൾ, പപ്പ കൂടെ എന്നോട് അനുസരിക്കെന്ന് പറയുന്നുണ്ട്. ഞാൻ എത്രയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പപ്പ ഇന്നുവരെ അനുസരിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ചെറുപ്പത്തിൽ ചോദിച്ചതാണ്. ഞാൻ എത്രയോ കാര്യങ്ങൾ ഈ വീട്ടിൽ പറയുന്നു, ഇന്ന് വരെ അനുസരിച്ചിട്ടുണ്ടോ? ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുകയുള്ളു. ഇതുപോലെയാണ് ഈ ചോദ്യം. കാരണം എന്താ? എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത് അറിയാത്തത് കൊണ്ടാണ്. ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മഹാത്മ്യം മാത്രമല്ല ആരാധനയ്ക്ക് കാരണം. ആ സൃഷ്ടാവ് എനിക്ക് ആരായിരിക്കുന്നു എന്ന ബന്ധമാണ് ആരാധനയുടെ കാരണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു നല്ല മികവ് പുലർത്തുന്ന ഒരു ഫുട്ബോളർ അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ വ്യക്തി ഒരു കളിയിൽ മേന്മ കാട്ടിയാലോ ലോകകപ്പ് നേടിയാലോ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ആഹ്ലാദം എനിക്കുണ്ടാകാം. പക്ഷേ ആ വ്യക്തി എൻ്റെ ജ്യേഷ്ഠനോ അനുജനോ മകനോ ആണെങ്കിൽ എനിക്കുണ്ടാകുന്ന അതിരുവിട്ട അതിനപ്പുറത്തുള്ള ഒരു പ്രത്യേക ആവേശമില്ലേ? ഇതുപോലെയാണ് സൃഷ്ടാവ് എനിക്ക്. കേവലം സൃഷ്ടിച്ചത് കൊണ്ടല്ല, സൃഷ്ടാവും ഞാനും തമ്മിലുള്ള ആ വൈകാരിക ബന്ധം എനിക്ക് കൃത്യതയോടെ അറിയാം. അവൻ സൃഷ്ടാവ് മാത്രമാണെന്നുള്ളതിലല്ല, പിതാവ് മാത്രമാണെന്നുള്ളതിലല്ല, അവൻ എന്തുകൊണ്ട് പിതാവായിരിക്കുന്നു, അവൻ എന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആധിക്യം അത് കൃത്യതയോടെ പൗലോസ്ലീഹ ബോധ്യപ്പെടുത്തുക. അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ചിന്ത പറഞ്ഞ മറ്റൊരു ആത്മീയ ഗ്രന്ഥം ഇല്ല. തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകൾ. അത് ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ്. അപ്പൊ അത് ഗോഡ് ഈസ് എവരിത്തിങ് ഈസ് ഗോഡ് എന്നൊരു ചിന്തയുടെ ഭാഗമാണ്. അത് തെറ്റാണ്. ഗോഡ് ഈസ് എവരിത്തിങ് എന്നുള്ള ഓക്കെയാണ്, എവരിത്തിങ് ഈസ് ഗോഡ് അല്ല. ആണോ? അല്ല, അത് തെറ്റാണ്. തിരിച്ചു പറയാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് അത്തരമൊരു ചിന്ത, അഹം ബ്രഹ്മാസ്മി ബോധമുണ്ടല്ലോ. എന്താ അഹം ബ്രഹ്മാസ്മി കൺസെപ്റ്റ്? പറയാം. ഭക്തി, തപസ്, പ്രാർത്ഥന, ഏകാഗ്രത, അങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ ഭക്തി കൊണ്ട്, ഭക്തിയുടെ തീവ്രത കൊണ്ട് വളർന്ന് ഈശ്വരനായി ദൈവമായി ദൈവത്തിൽ ലയിക്കുന്ന അവസ്ഥ. അപ്പോൾ അഹം, ഈഗോ, ഞാൻ, ഐ മൈസെൽഫ്, ഞാൻ ആരായിത്തീരുന്നു? ഗാഡ്. പക്ഷേ ക്രിസ്ത്യൻ കൺസെപ്റ്റ് വേറെയാ. എങ്ങനെ തലകുത്തി തപസ് ചെയ്താലും അങ്ങനെ ആകത്തില്ല. പിന്നെ എങ്ങോട്ടാകും? ഞാൻ സ്വയം ശൂന്യനായി അതിൻ്റെ വിപരീത ദിശയിൽ താഴേക്ക് എന്നിട്ട് പറയും, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. പിടിയോ? സ്വയം ശൂന്യമാക്കൽ. നമ്മൾ ദൈവമാകല്ല, നമ്മൾ സ്വയം ശൂന്യരായി അവിടുത്തെ മുമ്പാകെ ഏതുമില്ലെന്നുള്ള തിരിച്ചറിവ്. ആ ആത്മീയത പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്. അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യനിർമ്മിതങ്ങളായ കൈപ്പണിയായ എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർക്ക് ഈ ദൈവത്തെക്കുറിച്ച് ചില കൺസെപ്റ്റുകൾ ഉണ്ടായി. അതൊരു സത്യമാണ്. അങ്ങനെ ഉണ്ടാവും. കാരണം ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ദൈവം തന്നെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നുകൊണ്ടിരിക്കും. അങ്ങനെ കവികൾക്കൊക്കെ ഒത്തിരി ദർശനങ്ങളും കാഴ്ചപ്പാടുകളും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, പലപ്പോഴും നമ്മുടെ ആളുകളെക്കാൾ മര്യാദയ്ക്ക് ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത മറ്റ് കവികളുണ്ട്. KP അപ്പൻ്റെ പുസ്തകങ്ങളുണ്ട്. കവിയല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും വലിയൊരു റെവലേഷനാണോ ഇദ്ദേഹത്തിന് കിട്ടിയത് യേശുവിനെ കുറിച്ചും നിക്കോദിമോസിനെ കുറിച്ചുമൊക്കെ. നിക്കോദിമോസിന് സ്തുതിയുടെ മേലങ്കി എന്ന പേരിലൊരു ലേഖനം അത് എഴുതിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ അത് വായിക്കണം. ആ പുസ്തകത്തിൻ്റെ പേര് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്നാണ്. ചെറിയൊരു പുസ്തകം, DC കിട്ടും. അദ്ദേഹം ഒരു ഹൈന്ദവനായ KP അപ്പൻ ബൈബിളിനെ കുറിച്ച് എഴുതുന്ന ആഴമേറിയ ദർശനങ്ങൾ, അതിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യബോധം, നിക്കോദിമോസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത വളരെ ചിന്താർഹമാണ്. യേശു പറഞ്ഞു വിടുന്ന ആ പോകുന്ന നിമിഷം നിക്കോദിമോസ് ചിന്തിച്ചു കൊണ്ടുപോയ കാര്യങ്ങൾ, ഒടുവിൽ
ക്രൂശിൽ നിറക്കാൻ ചെല്ലുന്ന നിക്കോദിമോസിനെ കണ്ടിട്ട് നിക്കോദിമോസിന് സ്തുതിയുടെ മേലങ്കി, മറ്റാരും ചെയ്യാത്ത ദൗത്യം ഏറ്റെടുത്ത നിക്കോദിമോസിനെ കുറിച്ച് ഈ വയൻവിയുടെ സൂര്യഗീതം എന്നൊരു കവിതയുണ്ട്. ആ സൂര്യഗീതം രസകരമായൊരു ചിന്തയാണ്. അതിനു മുമ്പ് ഭൂമിക്കൊരു ചരമഗീതം എന്നൊരു കൃതി ഉണ്ടായിരുന്നു. ആ ഭൂമിക്കൊരു ചരമഗീതത്തിൻ്റെ ലക്ഷ്യം എഴുതിയത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ, മനുഷ്യൻ ഭൂമിയെ പ്രകൃതി ചൂഷണത്തിന് വിധേയമാക്കി നശിപ്പിക്കുന്നു. അതേനയിലെ പ്രസംഗവുമായിട്ട് ഏറെ ബന്ധമുള്ള ചില കാര്യങ്ങളാണ്. ഭൂമിയെ നശിപ്പിക്കുന്നു, മരം വെട്ടുന്നു, പ്രകൃതിക്ക് ദോഷം വരുത്തുന്നു, മനുഷ്യൻ ഭൂമിക്ക് അതിരുകൾ ഇട്ടുകൊണ്ട് വിലപേശുന്നു. ആ പ്രശ്നത്തിനെതിരെ ഭൂമി തൻ്റെ അമ്മയാണ്, അമ്മയായ ഈ ഭൂമിയെ ഇതാ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ചേർന്ന് നശിപ്പിക്കുന്നു. ഇത് കണ്ടിട്ട് സൂര്യൻ്റെ കണ്ണുകളിൽ നിന്ന് രോഷമുണർന്ന്, നിനക്ക് സൂര്യൻ അണിയിച്ചൊരു വസ്ത്രമുണ്ട്, ഹരിതാപ ഭംഗിയുള്ള ഈ മരങ്ങൾ, ഈ മരം വെട്ടി ഞാൻ കളയുമ്പോൾ അമ്മയുടെ നഗ്നത മകൻ കളയുന്നു എന്ന് വിലപിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കാവ്യം. വളരെ രസകരമാണ്. അപ്പൊ ഈ കവിതയെക്കുറിച്ചൊരു വിമർശനം വന്നു. ഈ കവിത മോഹഭംഗം വന്ന ഒരു നിരാശാബാധിതന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഈ വിമർശകർ എഴുതുമല്ലോ. വിമർശകർ ചിലപ്പോൾ എന്തൊക്കെ എഴുതിവിടുന്നൊരു പിടിയില്ല. അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, പിക്കാസോയുടെ അടുത്ത് പണ്ട് കുറേ ആളുകൾ വന്നു. പിക്കാസോ അവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ വരയ്ക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അവിടെ എന്തോ കുറേ ക്യാൻവാസിൽ വരച്ചിട്ടിരിക്കുക. ഇത് കണ്ടിട്ട് വിമർശകർ പറഞ്ഞു, പാസ്റ്ററെ, പിക്കാസോ ഈ വരച്ചിരിക്കുന്നത് അനന്തമായ നീലിമയെക്കുറിച്ചാണ്, ഇത് മാനത്തെക്കുറിച്ച്, മാനമാണ് വരച്ചിട്ടിരിക്കുന്നത് നീല കളറിൽ. വേർതം പറയുന്നത് മാനമൊന്നുമല്ല, കടലാണെന്ന് പറഞ്ഞു. വേർതം പറഞ്ഞൊന്നുമല്ല, അത് മരുഭൂമിയാണ് ആ വരച്ചിരിക്കുന്നത്. അത്ര ഭംഗിയാണത്. അല്പം കഴിഞ്ഞപ്പോൾ പിക്കാസോ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് ഈ വരച്ചത്? പിക്കാസോ പറഞ്ഞു, ഞാൻ വരച്ചൊന്നുമല്ല, വര കഴിഞ്ഞിട്ട് ബ്രഷ് തൂത്തതാന്ന് പറഞ്ഞു. ഒരു ചിത്രം വരച്ചിട്ട് ബ്രഷ് തൂത്ത, അതിന് രണ്ടർത്ഥം എടുക്കാം. പിന്നെയും പിക്കാസോ തൂത്താൽ പോലും അത്രയും ഭംഗിയാണെന്നും വേണേ പറയാം അല്ലേ? ഇതുപോലെ ഈ വ്യാഖ്യാനം പോകുന്നതും വിമർശനം പോകുന്നതും ഇങ്ങനെയാണ്. അപ്പൊ ഭൂമിക്കൊരു ചരമഗീതത്തിന് വിപരീതമായിട്ട് ONV എഴുതിയ ഒരു കവിതയിൽ പറഞ്ഞു, അദ്ദേഹം തന്നെ അതിൻ്റെ മറുപടി കൊടുത്ത് എഴുതിയ ഈ സൂര്യഗീതം. അതിൽ എന്നെ ആകർഷിച്ചൊരു ഭാഗമുണ്ട്. അതിൽ ഈ സൂര്യൻ്റെ കോറുണ്ടല്ലോ, എന്താ കോറെന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുക്കുള്ളവ, അത് കറുപ്പാണ്, അഗാധമായൊരു ഗർത്തമാണ് അല്ലേ. അവിടുന്ന് ഇങ്ങനെ സൂര്യൻ വലിയ ഇന്ധനപ്പുരയാണല്ലോ സൂര്യൻ. അപ്പോൾ ഈ കോറ് കറുപ്പാണ്. അതെങ്ങനെ ഉണ്ടായി? ഓരോ നിമിഷവും അത് വർദ്ധിച്ചു 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 വർദ്ധിച്ച് വന്ന് ഒരു ദിവസം സൂര്യൻ്റെ ഈ ഇന്ധനപ്പുര കത്തി എരിഞ്ഞ് തീരും. ശാസ്ത്രം സമ്മതിക്കുന്ന കാര്യമാണ്, പെട്ടെന്നൊന്നുമല്ല. കത്തി 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 സൂര്യനൊരു വലിയ അഗാധഗർത്തമാകും. ലക്ഷക്കണക്കിന് ഭൂമിയെ വിഴുങ്ങാവുന്ന വിധത്തിലുള്ള ഒരു ഗോളമായിട്ട്, ഒരു വലിയ കുഴിയായിട്ട് അത് രൂപപ്പെടും. ഇതന്നെയാണ് ബൈബിളും പണ്ട് പറഞ്ഞത്, സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. പോയിന്റ് പറയാണ്, ഈ സൂര്യൻ്റെ ഉള്ളിലെ ഈ ചെറിയ കോറുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായതാണെന്നറിയോ? പോയിന്റ് പറയാ, കയീൻ ഹാബേലിനെ കൊല്ലുമ്പോൾ നമ്മളാരും കണ്ടില്ല, സൂര്യനാണ് ഇത് ആദ്യം കണ്ടത്. പോയി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നു സൂര്യനെ, നെഞ്ച് കിടുങ്ങി, അതൊരു മുറിവായി. മനസ്സിലായല്ലോ? എന്തൊരു നല്ലൊരു പ്രയോഗം അല്ലേ? എത്ര മനോഹരമായൊരു പ്രയോഗ. ഈ കോറിലുണ്ടായ ആ വിള്ളലിന്റെ കാരണം പറയാണ്, കന്നി വയലുഴുതു ഞാൻ ആദ്യം വിതച്ച തിന, ഒന്നിനു 10 എനിക്ക് പകരം തന്ന മണ്ണിൽ ഞാൻ എൻ്റെ പൊൻ നനുജന കേവലം കുഞ്ഞാടിനെ പോലെ കുരുതി ചെയ്ത നീണം കണ്ട് വിതയറ്റവേഹേ സകല സാക്ഷി, നിന്നെഞ്ചേറ്റ കിടിലമൊരു വിള്ളലായതു നിന്നിൽ ഇന്നുമുണ്ടെങ്കിലും നീ ഇന്നും എരിയുന്ന ഇത് അന്യർക്കു വേണ്ടി എരിഞ്ഞു തീരുന്നു നമുക്ക് വേണ്ടി. മറ്റൊരു സംഭവം അതിൻ്റെ ബാക്കി. അപ്പൊ ഭൂമി
ചരാചരങ്ങൾ, സൂര്യൻ, ഈ പ്രപഞ്ചമപ്പാടെ സൃഷ്ടിയുടെ ഉദാഹരണങ്ങളായി കവി കാണുമ്പോൾ ബൈബിൾ പറയുക, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എത്ര ഭംഗിയുള്ളൊരു കവിത! പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നിയതമായ ആ സംവിധാനമില്ലേ, യാത്രയില്ലേ, ഓർബിറ്റലിലൂടെ അതെങ്ങനെ ചലിക്കണം, അടുത്തതിന്റെ റോളെന്താ, ഏത് ഗോളം കറങ്ങിത്തിരിഞ്ഞ് ഈ ദിശയിലേക്ക് വരും, ഇതിന് വേണ്ട ഉത്തരവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. നോക്കണേ, ഒരു മന്ത്രി ഇതുവഴി പോവാ, പോലീസ് ഇങ്ങനെ വിളിക്കും, ഇവിടെ വരെ, ഈ അതിർത്തി വരെ, ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി വരെ എത്തിച്ച് ഈ ആളിനെ എത്തിക്കുമ്പോൾ ഇവരുടെ ജോലി കഴിഞ്ഞു, അടുത്ത ആൾ, അടുത്ത ആൾ, അടുത്ത ആൾ, ഇങ്ങനെ പറയിച്ചിട്ടേ മന്ത്രിക്ക് വരാൻ പറ്റൂ. നമ്മളോർക്കും എന്തേ സ്പീഡിൽ പോവാ, ഇവർക്ക് വരെ പണിയില്ലേ? കാരണം നമ്മയെല്ലാം രക്ഷിക്കാണ്ടിരിക്കുന്ന ഒരാളിൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി സ്ഥലം സർക്കിളിനോ SIക്കോ ഡ്യൂട്ടി കൊടുത്തിരിക്കുക. ഈ പരിധി വരെ കൊണ്ടെത്തിക്കണം. അത് കഴിയുമ്പോഴേക്ക് അടുത്ത ആൾ അവിടെ വന്ന് കിടക്കുക, കൊണ്ടുപോകണം. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് ഇത് പോന്നേ. ഇതുപോലെ പ്രപഞ്ചത്തിൻ്റെ നിയതമായ ഈ താളത്തിന് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പിക്കാനുമില്ല. ഇത് കൃത്യതയോടെ പ്രപഞ്ചം പരിവർത്തിക്കുന്ന രീതി കണ്ടിട്ട് സങ്കീർത്തനക്കാരൻ പറയുക, പകൽപ്പകലിന് വാക്ക് പഠിക്കുന്നു, രാത്രി രാത്രിക്കറിവ് കൊടുക്കുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ മഹാപ്രപഞ്ചത്തെ നോക്കിയിട്ട് പൗലോസ് പറയുക, അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് അത്യുന്നതനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. പൗലോസ് വീണ്ടും പൂരിപ്പിച്ചു ഒരു കാര്യം, പിന്നെ അവനോടെ വസിക്കുമെന്നറിയട്ടെ. അവൻ വസിക്കുന്ന ഇടം പറയുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഒരു കാര്യം ഓർത്തേ മക്കളെ, മനോഹരമായ യെരൂശലേം ദേവാലയം നോക്കി കള്ളന്മാരുടെ ഗുഹയെന്ന് വിളിച്ച യേശു, ആ യേശുവിന്റെ അരിമ ശിഷ്യൻ നമ്മോട് പറയുകയാണ്, യെരൂശലേം ദേവാലയത്തിലും ഇരിക്കാൻ താല്പര്യമില്ലാത്ത യേശുവിന് എൻ്റെ ചെറിയ ഹൃദയത്തിൽ വസിക്കാൻ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പോൾ അഥേനയിലാണ് ഈ വലിയ പ്രസംഗം പൗലോസിൻ്റെ. അഥേനയിലുള്ളവർ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നു. നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ പറഞ്ഞു, നാം അവൻ്റെ സന്താനമല്ലോ. അന്നും വിളിയുള്ളവരുണ്ടേ. അവർ പറഞ്ഞെന്താ, ദൈവത്തിൻ്റെ മക്കളാണ് മനുഷ്യൻ. ഇതാ വലിയ ചിന്ത. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാർ പറഞ്ഞ ആ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി എന്ന് പറഞ്ഞിട്ട് പറയുക, മനുഷ്യൻ ദൈവത്തെ തപ്പി നോക്കി. അടുത്ത രസകരം, അവനോ നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. സത്യമല്ലേ? നമ്മോടടുത്ത് വസിക്കുന്ന നല്ലവനായ യേശു നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ല. അതുകൊണ്ടാ ഒരു മധ്യസ്ഥനില്ലാതെ, ഇടനിലക്കാരനില്ലാതെ, സമയഭേദം കൂടാതെ അവൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നത്. ഏത് കൊച്ചുകുഞ്ഞും പരീക്ഷ എഴുതുമ്പോഴും ജീവിതഘട്ടങ്ങളിലുമൊക്കെ ഒരു വേള തമ്പുരാനോട് പ്രാർത്ഥി വിടുന്നത് എന്തുകൊണ്ടാ? കുഞ്ഞേ, നിനക്ക് ഇടനായകനായിട്ട്, ഇടക്കാരനായിട്ട്, മധ്യസ്ഥനായി ഒരാൾ ആവശ്യമില്ല. കാരണം എന്താ? പിതാവിനെയും നമ്മയും തമ്മിൽ അനുരഞ്ജിപ്പിച്ച, രമ്യതപ്പെടുത്തിയ ആത്യന്തികനായ മധ്യസ്ഥൻ യേശുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ബിംബങ്ങളെക്കുറിച്ച് ചൂട് പിടിച്ചു. അതിനെതിരെ ബിംബം പൊളിച്ചു കളയാനൊന്നും അല്ല പറയുന്നത്. നമ്മൾ ഇതൊന്നും അല്ല പറയുന്നത്. പിന്നെന്താ നമ്മുടെ സുവിശേഷം? സുവിശേഷത്തിൻ്റെ ലക്ഷ്യം ഈ രാജ്യത്ത് കാണുന്ന ബിംബങ്ങളെ തച്ചുടയ്ക്കുള്ളൊന്നും നമ്മുടെ പരിപാടിയല്ല. ഇതിന് കാരണം പറയാം. ഇതിപ്പോൾ നല്ല വെളിച്ചമാണ് ഇവിടെ. ഈ വെളിച്ചം അല്പം കൂടി കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞാൽ വെളിച്ചത്തിൻ്റെ പ്രസക്തി കൂടും. പക്ഷേ എന്തോ വെളിച്ചം വിട്ടാലും സൂര്യോദയം വന്നാൽ പിന്നെ വെളിച്ചം വേണം. ആരും ശ്രദ്ധിക്കുകയില്ല. യേശു ഉയർത്തപ്പെട്ടാൽ ബാക്കിയെല്ലാം അത്ര ഉള്ളെന്നാണ്. ഹല്ലേലൂയ. യേശുവിനെ ഉയർത്തുക, ബാക്കിയെല്ലാം നിഷ്പ്രഭമാകും. അതെൻ്റെ ജീവിതാനുഭവമാണ്. നമ്മൾ കണ്ടുവന്ന കാഴ്ചകളാണ്. നിഷ്പ്രഭമാകും. സ്തോത്രം. യേശുവിനെ ഉയർത്താൻ ഓരോ ഹൃദയങ്ങളും തയ്യാറായാട്ടെ. കിട്ടുന്ന ഏതൊരവസരവും യേശുവിനെ ഉയർത്തുക. ഏത് മണ്ഡലത്തിലും യേശുവിനെ ഉയർത്തുക. ആ യേശു ചൈതന്യം ജീവിതത്തിൽ ഒന്ന് പ്രതിഫലിപ്പിക്കുക. നമുക്കൊരു കാര്യം ഉറപ്പാ, സകലതും നിഷ്പ്രഭമാകും. കാരണം എന്നാണ് സകല മുഴങ്കാലുകളും എന്റെ മുമ്പാകെ മടങ്ങുമെന്നരുളിയ തെറ്റുപറ്റാത്തവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രിയരെ പറയട്ടെ,
ഇവിടെ അവർ ദൈവത്തെ തപ്പി നോക്കി, കണ്ടില്ല. പൗലോസ് പറയാ, അവനിലല്ലോ നാം ഇരിക്കുന്നത്, ചരിക്കുന്നത്. അവർ ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസ്, എല്ലാ നമ്മുടെ പ്രവർത്തനങ്ങളും അവനിലാണ്. അതുകൊണ്ടാണ് ഈ യഹൂദനെ സംബന്ധിച്ചോളം ദൈവം എന്നത് ചലനാത്മകമായ, ചിരിക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, കൂടെ നടക്കുന്ന, സ്നേഹിക്കുന്ന, വികാരപരമായി തന്നെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ പഴയ നിയമം പഠിക്കുമ്പോൾ രസകരമായ കാര്യമുണ്ട്. അവിടെ ഈ വെർബ് ഓറിയൻറ്റഡ് ആണ് എബ്രായ ഭാഷ, നൗൺ ഓറിയൻറ്റഡ് അല്ല. ഇവിടെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നൗൺ ഓറിയൻറ്റഡാണ്. എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നതിനേക്കാൾ അപ്പുറത്ത് ആര് ചിരിച്ചു എന്നതാണ് ഈ ഭാഷകൾക്ക് പ്രാധാന്യം. വിരണിച്ചാനാണ് അങ്ങനെ പറയണം, സന്തോഷഭാഷമാണ് അങ്ങനെ പറയണം. പക്ഷേ നൗണിൽ നമ്മൾ തുടങ്ങുന്നത്. ജൂതൻ അങ്ങനെയല്ല, വെർബിൽ തുടങ്ങും. വെർബ് ഓറിയൻറ്റഡാണ്. ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ആരാന്ന് പറയുള്ളൂ. കാരണം ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലേ ഈ ആളിന് പ്രസക്തി ഉണ്ടെന്നുള്ളത്. കിട്ടിയോ? അപ്പൊ ഗോഡ് ക്രിയേറ്റഡ് എന്ന് നമ്മൾ പറയല്ലോ, ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അങ്ങനല്ല അവർ പറയുന്നത്, സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും. നമ്മൾ പറഞ്ഞതിൻ്റെ വേറൊരു ഓർഡറാ. ചലനാത്മകനായ, ക്രിയാത്മകനായ ഒരു ദൈവത്തെ ജൂതൻ കണ്ടപ്പോൾ അവൻ പേടിച്ചുപോയി. പഴയ ഭക്തന് ദൈവം എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഭയങ്കര ഭയം. ഇന്നും അത് മാറിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നവും പുതിയത്തിലുണ്ട്. പുതിയത്തിൽ വന്ന യഹോവ എന്നൊരു പദമില്ല, പകരം കർത്താവ് എന്ന് എഴുതിയിരിക്കുക. പേടി കാരണം അവൻ ചെയ്ത പണിയാ, ഭയമാണ്. പുതിയത്തിലേ കർത്താവ് എന്ന് വിളിക്കുന്നതിനാ? ഭയപ്പെട്ട്. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നതെന്ന് പരിഭാഷപ്പെടുത്തി പറഞ്ഞു, കർത്താവ് എൻ്റെ കർത്താവിനോട്. എന്താ അങ്ങനെ വരാൻ കാരണം? അദോനായി, പ്രയോഗ അദോനായി. എൻ്റെ കർത്താവിനോട് ഓക്കെ, എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപിടമാക്കോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പോൾ അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ലോഡ് എന്നോ ക്യാപിറ്റൽ അക്ഷരമായിരിക്കും മൊത്തം, LORD. അപ്പോൾ അതാരാന്ന് ഓർത്തോണം? യഹോവേ. ഓക്കെ, ചെറിയ അക്ഷരം വന്നാലാരാ? അതൊക്കെ തന്നെ വലിയൊരു തെറ്റായി പോയി കാണിച്ചു. പക്ഷേ എങ്ങനെ മതി? യഹോവേ എൻ്റെ അദോനായിയോട് അരുളി ചെയ്യുന്നത്. അത് രണ്ടും അദോനായി നാക്കി പോട്ടെ, നമ്മുടെ തർക്ക വിഷയമൊന്നും അല്ലത്. അപ്പോൾ ഇവിടെ പേടി കാരണം ഇവർ ചെയ്തേ, അവരുടെ കുഴപ്പമില്ല. ജൂതൻ്റെ ആ പേടി, മത്തായിക്കൊക്കെ പേടിയാണ് ദൈവം എന്ന് പറയാൻ, ഭയങ്കര പേടി. ഇപ്പോഴാ കർത്താവ് വന്നിട്ട് പറയാ, ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് വന്നേ, ഇനി വാ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. സ്തോത്രം. ഞാനും പിതാവും ഒന്നാകുന്നു, ഒരാളാകുന്നു എന്നല്ല എൻ്റെ അർത്ഥം. മനസ്സിലായി? ഇവിടെ ഒരാൾ നിന്നേച്ച് എന്നാ വിഷയം? റെനിച്ചാനെ കാണണം. അപ്പം ഞാനവിടെ നിൽക്കുക, പറഞ്ഞോ, കാര്യം പറഞ്ഞോ. അല്ല, റെനിച്ചാനെ നിങ്ങൾ പറ. അങ്ങനെ പറയണമെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലേ? പറയുമോ? എന്നെ കണ്ടാൽ മതി, എന്താ വേണം? അങ്ങനെ ഞാൻ വരുന്ന ആളിനോട് പറയേണ്ടി വരുന്നത് എന്തിനാ? എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അല്ലെ, എന്നെ കാണാൻ ഒരാൾ നിൽക്കുക, ആ മോൻ അവിടെ ഇരിക്കുക, അവിടെ ചെന്നിട്ട് ഇപ്പോൾ വരാൻ പറ്റില്ല, എന്താ കാര്യം പറയുന്നത്? കാണാം. നമ്മൾ ഒരു ദിവസം അവനെ മുഖാമുഖം കാണും. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അനുവദിക്കപ്പെട്ടുള്ള എന്താ? ദൈവപുത്രനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഹല്ലേലൂയ. ദൈവപുത്രന്റെ അഭാവത്തിൽ ദൈവ പരിശുദ്ധാത്മാവാണ്. ഞാൻ അവസാനിപ്പിക്കാൻ ബാധ്യസ്ഥനാകുന്നു. ഒന്ന് പറഞ്ഞു തീർത്തേക്കാം. സഹോദരങ്ങളെ, ഒരു കാഴ്ചയാണ്. അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. അതുകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല. പിന്നെന്താണ് അവൻ ദൈവത്തെ കാണുന്നത്? ആ ദൈവം അതേ പവറോടെ, അതേ ശക്തിയോടെ, അതേ നിലയിൽ വർത്തിച്ചാൽ നമുക്ക് ആ ദൈവത്തെ ആസ്വദിക്കാൻ പറ്റില്ല. ആ ദൈവം തൻ്റെ മഹത്വം മാറ്റിവെച്ച് ദൈവപുത്രൻ ജഡത്തിൽ നമ്മുടെ ഇടയിൽ വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ബിംബങ്ങളെക്കുറിച്ച് ചൂടുപിടിച്ച പൗലോസ് സത്യദൈവത്തിലേക്ക് അരയോപക സ്ഥാനീയരുടെ കണ്ണു പറിച്ചു നട്ടപ്പോൾ വചനം എഴുതിക്കുക, അരയോപക സ്ഥാനീയൻ, അവിടുത്തെ മേധാവി, അവനിൽ വിശ്വസിച്ചു. ഒരിടത്ത് കല്ലെറിഞ്ഞ് ഓടിക്കുമ്പോൾ, ഒരിടത്ത് ആളുകളെ ഇളക്കുമ്പോൾ
ഒരിടത്ത് എതിരാളികൾ വർദ്ധിക്കുമ്പോൾ സത്യസുവിശേഷത്തിന്റെ വ്യാപ്തിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കും. ആർക്കും അതിന്റെ വഴി തടയാനാവില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാന് ലാസ്റ്റ് ഇവിടെ ശുശ്രൂഷിച്ച കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച, കഴിഞ്ഞ ആഴ്ച രാജസാറായിരുന്നു. നമ്മളന്ന് സംസാരിച്ചത് കപ്പലിനല്ലാതെ പ്രാണനാപത്ത് വരികയില്ലെന്നാണ്. എൻ്റെ ഒരു അനുഭവം പോലെയായി അത്. ശനിയാഴ്ച രാവിലെ നമുക്കിവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു വേറൊരു മീറ്റിംഗ്. ഇവിടെ ഓടിയെത്തണം. ഞാൻ വടക്കുംചേരിയിലായിരുന്നു. വടക്കുംചേരി തലേന്ന് രാത്രി. വടക്കുംചേരി ഒരു ഐക്യ കൺവെൻഷനാണ്, എല്ലാ സഭകളും ഉള്ള ഒരു കൺവെൻഷനാണ്. അവിടുന്ന് പോരുകയാണ്. കൂത്താട്ടുളത്ത് വന്ന് അല്പനേരം വിശ്രമിച്ച് അവിടുന്ന് നേരം വെളുത്തൊരു 6 മണിക്ക് കാറിൽ തന്നെ കിടന്ന് വിശ്രമിച്ചിട്ട് യാത്രയായിട്ട് ഏറ്റുമാനിൻ്റെ പിന്നിൽ ഒരു 3-4 കിലോമീറ്റർ പിന്നിൽ വെച്ച് അതിവേഗത്തിൽ വന്ന മറ്റൊരു വാഹനം ഇടിച്ച് പുറത്തിറങ്ങാനാവാത്തൊരവസ്ഥയിൽ ആകെ എനിക്ക് സംഭവിച്ച ശരീരമെല്ലാം ഒന്ന് ഷെയ്ക്കായി. ഇപ്പോഴതിൻ്റെ ഒരു വേദനയൊക്കെ ഇളകി വരുന്നത്. ഇന്ന് മുതലൊരു വേദന തുടങ്ങി ശരീരത്തിന്. പ്രോഗ്രാം ഒന്നും മുടങ്ങാതെ അടുത്ത ദിനങ്ങളിലൊക്കെ പോയി ശുശ്രൂഷിക്കാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ഒരു ദൈവാസനൊരു വോയിസ് ക്ലിപ്പ് ഇട്ടു, നമ്മുടെ ലൈവിലുള്ളതാണ്. ലൈവിൽ വന്ന് സംബന്ധിക്കുന്നൊരു ദൈവാസനാണ്. അദ്ദേഹം ഇട്ട വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം പറയാണ്, കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച വചനവും ഇന്ന് ദൈവദാസൻ കടന്നുപോയ വഴികളും ഒരുപോലെ അനുവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ അന്വർത്ഥമാകുന്ന ഒന്നാണ് ഇന്ന് കേട്ട വാർത്ത. കപ്പലിനാപത്ത് വന്നു, പ്രാണനാപത്ത് വരാതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം. എൻ്റെ ആ മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏവരും ഇന്ന് വന്നിരിക്കെ സ്വർഗത്തിനെ മോപിക്കുന്ന നാഥനായവനെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ തുടർന്നുള്ള അവസരങ്ങൾ വേർതിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് സജ്ജരാകട്ടെ.